കൂട്ടുകാരെ, ഞാനും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരികയാണ്. ഞാൻ റിയാക്ഷൻ വീഡിയോ ഒന്നും ഇടാറില്ല, നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ ഇടാനുള്ള കാരണം, രേണുസുയുടെ ആ വീടിനെ പറ്റി രേണുവും പപ്പയും കൂടി ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് കണ്ടു ഇന്നലെ. ആ ഇൻ്റർവ്യൂ ഞാൻ മുഴുവൻ കണ്ടു. കുറേ നീണ്ട ഇൻ്റർവ്യൂ ആണത്. അതിൽ കുറേ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആ വീടിൻ്റെ കുറച്ച് കേടുപാടുകൾ, സിമൻ്റ് കടന്നു പോയതും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അയാളുടെ നെഞ്ചിൽ ഒരു പരിക്ക് പറ്റിയത് കാണിച്ചു. ഫാൻ അടർന്നു വീണിട്ട്, അതായത് വെറും 2 ഇഞ്ചോ മറ്റോ നീളമുള്ള ആണിയിൽ ഫാൻ ഉറപ്പിച്ചിട്ട്, ടേബിൾ ഫാൻ ഉറപ്പിച്ചിട്ട്, വാൾ ഫാൻ ഉറപ്പിച്ചിട്ട് അത് അടർന്ന് സ്വിച്ച് ഇട്ടപ്പോൾ അടർന്ന് അയാളുടെ നെഞ്ചിൽ തട്ടി പരിക്ക് പറ്റിയത് അയാൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ വാഷ് ബേസിൻ അടർന്ന് വീണു. ഒരു വർഷമാകുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ അടർന്നു വീഴാൻ പാകത്തിന് എന്ത് പണിയാണ് പണിത് വെച്ചിരിക്കുന്നത്? ദാനം കിട്ടിയതാണത്രേ, ഓരോരുത്തരുടെ കമൻ്റാണ്. ഇപ്പം മറ്റുള്ളവരുടെ കാശ് പിരിച്ചു കൊടുത്തിട്ടായാലും സ്വന്തം കാശ് കൊണ്ടായാലും ഒരു വീട് പണിത് കൊടുക്കുമ്പോൾ അവർക്ക് താമസിക്കാനല്ലേ, സുരക്ഷിതമായിട്ട് താമസിക്കാൻ വേണ്ടിയല്ലേ ഒരു വീട് പണിത് കൊടുക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ട് പണിയാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ അടർന്നൊക്കെ വീഴുന്നത്. ഇപ്പോൾ ചോർച്ച എന്നുള്ള വാക്ക് ആൾക്ക് പ്രയോഗിക്കുന്ന അറിയാത്തതുകൊണ്ട് പറഞ്ഞതാണെന്ന് പ്രത്യേകം എടുത്തു തോന്നി. എറിച്ചിൽ എന്നൊക്കെ പറയും ഒരു ഭാഗത്ത്, അതായത് ചെരിഞ്ഞ ഭാഗത്തൂടെ നല്ല ശക്തിയിൽ മഴ കാറ്റടിക്കുമ്പോൾ വെള്ളം അകത്തേക്ക് വീഴുന്നു. അതാണ് രേണു പറഞ്ഞത്. അതിനൊക്കെ ഇത്രമാത്രം ആക്കി പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം എല്ലാവരും റിയാക്ഷൻ വീഡിയോ ഇട്ട് അങ്ങ് തകർക്കണം. എല്ലാവരും കൂടി ഇവരെ തകർത്തേ തീരുന്നുള്ള ഒരു തീരുമാനം പോലെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രേണുവിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല കേട്ടോ. അത് എൻ്റെ കമൻസൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. എനിക്ക് ഒരു ഇഷ്ടവും പ്രത്യേകിച്ചില്ല അവരോട്. ഒരു സഹതാപം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അത് ആ കൊച്ചിനോടാണ്, ആ കിച്ചു എന്ന് പറഞ്ഞ കുട്ടിയോടാണ് എനിക്ക് പ്രധാനമായിട്ടും സഹതാപമുള്ളത്. പിന്നെ കുഞ്ഞു മോനെ പിന്നെ ഈയിടെ കണ്ടപ്പോൾ അതിന് വിഷമമായി. ആ വീട്ടിലേക്ക് അതൊരു അധികപ്പറ്റ് പോലെയുള്ള, ആരും ശ്രദ്ധിക്കാത്ത പോലെയുള്ള ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. എന്നല്ലാതെ ഈ വീടിനെ പറ്റി പറഞ്ഞത്, ഒരു വർഷമായിട്ടും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അത് ആരുടെ കുറ്റമാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവർ ആരുടെ പേരിലാണ് ആ സ്ഥലം വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉടമസ്ഥക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ടതാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതിൽ പപ്പ പറയുന്നുണ്ട് അവർ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നതിനെ പറ്റി കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്നാലും ഒരു വർഷമായില്ലേ, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതല്ലേ. അത് കിട്ടിയാലല്ലേ കുട്ടികളുടെ പേരിലൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ റേഷൻ കാർഡും ആധാർ കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. ഇതിനെ പറ്റിയൊന്നും ആരും പറയുന്നില്ലല്ലോ. എല്ലാവരും ദാനം കിട്ടിയ വീടല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ